നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അമ്പനാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കഴിഞ്ഞ 7 ദിവസമായി നടത്തിവരുന്ന തൊഴിലാളി സമരത്തോട് തൊഴിൽ വകുപ്പ് മന്ത്രി നിസ്സംഗത പാലിക്കുന്നുവെന്ന ആരോപണം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം പതിവാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു. കത്താത്ത ഹൈമാസ് ലൈറ്റിനോടുള്ള പ്രതിഷേധ സൂചകമായി മലയോര വികസന സംരക്ഷണ സമിതി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുളത്തൂപ്പുഴ മൈലാമൂട് ജുമാ മസ്ജിദ് പള്ളിയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലോക വയോജന ദിനാചരണം സംഘടിപ്പിക്കുന്നു. കുളത്തൂപ്പുഴയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. വാർത്തകൾ വിശദമായി. അമ്പനാട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കഴിഞ്ഞ 7 ദിവസമായി നടത്തിവരുന്ന തൊഴിലാളി സമരത്തോട് തൊഴിൽ വകുപ്പ് മന്ത്രി നിസ്സംഗത പാലിക്കുന്നുവെന്ന് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ. അമ്പനാട് TR&T കമ്പനിയിൽ തൊഴിലാളികൾ കഴിഞ്ഞ 7 ദിവസങ്ങളായി നടത്തിവരുന്ന തൊഴിലാളി സമരത്തോട് ജില്ലയിൽ നിന്നുമുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി കടുത്ത നിസ്സംഗതയാണ് പാലിക്കുന്നതെന്ന് AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ പറഞ്ഞു. ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ സമരം നടത്തുന്നത്. സമരം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലക്കാരനാണ്, കൊല്ലം ജില്ലക്കാരനാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായിട്ടുള്ള ഈ അമ്പനാട് എസ്റ്റേറ്റിൽ ഇവിടെ ഒരു സമരം ആരംഭിച്ച് 8 ദിവസക്കാലം പിന്നിടുമ്പോൾ നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീമാൻ ഷിബു ബേബി ജോൺ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് തൊഴിലാളികൾ അറിഞ്ഞിരിക്കണം. UDF-കാരും കോൺഗ്രസുകാരും INTC-കാരടക്കമുള്ള ആളുകൾ മറുപടി പറയണം. ഇതിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഷിബു ബേബി ജോണിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം തോട്ടം മുതലാളിമാരുടെ തോട്ടം ഉടമയ്ക്ക് വേണ്ടി മന്ത്രിയാണ് വക്കാലത്തിരുന്നത്. നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള ഷിബു ബേബി എന്ന് പറയുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി പറയുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് ആരോടാണ് താല്പര്യം? ആരോടാണ് കൂറ്? ഈ അമ്പനാട് എസ്റ്റേറ്റ് അടക്കമുള്ള
കേരളത്തിലെ നിരവധിയായിട്ടുള്ള എസ്റ്റേറ്റുകളിലെ തോട്ടം തൊഴിലാളികളോടാണോ അതോ തോട്ടം ഉടമയാണോ എന്ന് മന്ത്രി തെളിയിച്ചിരിക്കുകയാണ്. ഈ സമരം ഒത്തുതീർക്കുന്നതിന് വേണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രി ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല, നിസ്സംഗത സമീപനം സ്വീകരിക്കുകയാണ്. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാരനായുള്ള സ്ഥലം MP ശ്രീമാൻ NK പ്രേമേന്ദ്രൻ. ഞാൻ മനസ്സിലാക്കുന്നു NK പ്രേമേന്ദ്രൻ ഈ സമരപ്പന്തലിലും എത്തിയതാണ്. INTUC-യുടെ സമരപ്പന്തലിലും എത്തി. ഈ സമരപ്പന്തലും INTUC-യുടെ സമരപ്പന്തലിലും എത്തി പറഞ്ഞത് യോജിച്ച സമരവുമായി മുന്നോട്ട് പോകണം. നല്ല അഭിനേതാവാണ് ശ്രീമാൻ NK പ്രേമേന്ദ്രൻ, നല്ല നടനാണ്. സ്ഥല MP ശ്രീമാൻ NK പ്രേമേന്ദ്രൻ വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ കൂടിയായിട്ടുള്ള പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള RSPയുടെ നേതാവ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീമാൻ ഷിബു ബേബി ജോണിനെ കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടിക്കുവാൻ, ഈ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുവാൻ ശ്രീമാൻ NK പ്രേമേന്ദ്രൻ കഴിയുകയില്ലേ? അമ്പനാട് തൊഴിൽ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ നടക്കുന്ന തോട്ടം തൊഴിലാളികളുടെ സമരത്തെ കണ്ടില്ലെന്നു നടിക്കുന്ന തൊഴിൽ മന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാട് തൊഴിലാളികളോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 20% ബോണസും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത മാനേജ്മെൻറ്റിനെ നിലയ്ക്ക് നിർത്തുവാൻ തൊഴിൽ വകുപ്പും സർക്കാരും തയ്യാറാകണമെന്നും സമരത്തിൽ അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്ന തൊഴിൽ മന്ത്രിയുടെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന തോട്ടം ഉടമയുടെ നടപടി ധിക്കാരപരമാണെന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. അടിയന്തരമായി തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർക്കണമെന്നും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രശ്നം പരിഹരിക്കണമെന്നും സജിലാൽ ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് PB അനിമോൻ, ചെങ്ങറ സുരേന്ദ്രൻ XMP, K വാസുദേവൻ, അഡ്വക്കേറ്റ് PS ചെറിയാൻ, R പ്രദീപ്, I മൻസൂർ, H അബ്ദുൽ ഖാദർ, ബിജുലാൽ പാലസ്, K അനിമോൻ, ശ്രീദേവി പ്രകാശ്, കമലാസനൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം പതിവാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം പതിവാകുന്ന സാഹചര്യത്തിലാണ് അഞ്ചൽ പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തത്. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഫായി ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു മരിച്ചു. രാത്രി ഒരു 11 മണിക്കാണ് ഇതുപോലെ മരണം വിളിച്ച് പറയുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മകൻ്റെ ഭാര്യയും 2 കൊച്ചുകുട്ടികളുമാണുള്ളത്. പക്ഷേ ഈ ഭാര്യയെയും ആ കുഞ്ഞുങ്ങളെയും അവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നതിന് എനിക്ക് മനസ്സ് വരുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അവസാനം എൻ്റെ ഹസ്ബൻഡ് മാത്രം പോകേണ്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ വളരെ ജാഗ്രതയോട് കൂടിയും ഭയത്തോടും കൂടിയാണ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നത്. നമ്മളെല്ലാവരും പറയുമായിരുന്നു, നമുക്കൊരു സ്വന്തമായൊരു വീടുണ്ടെങ്കിൽ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പകൽ പോലും നമ്മുടെ വീടുകളിൽ ഒന്നുകിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയോ മറ്റ് ആരെങ്കിലും അഡ്രസ്സ് തിരക്കിയോ വരുന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളിന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ബന്ധപ്പെട്ട് രാത്രി ഞാൻ പോയ പ്രതിയുടെ പുറകെ ഓടിയിട്ട് ആക്സിഡൻറ്റ് പറ്റി ഒരാഴ്ചയോളം ഞാൻ ചികിത്സയിലായിരുന്നു. എന്നിട്ടും ആ പ്രതിയെ വിടാതെ പിറ്റേ ദിവസമായി പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ ഞാൻ എൻ്റെ വീട്ടുവാതിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് പുറകെ പോയിട്ട് കാര്യമില്ല. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, അത് ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി. ഇപ്പോൾ അന്നത്തെ പോലീസ് ഓഫീസേഴ്സ് 2 പേരും ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ നാസർ സാർ പിറ്റേ ദിവസം ഡ്യൂട്ടിയിൽ നിന്നിട്ട് 15 മിനിറ്റ് മുന്നേ ഒരാളെ പകരം ഏൽപ്പിച്ചിട്ട് ഓടി വരുവാണ് ചെയ്തത്. ആ സമയത്ത് ഇവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ നാസർ സാറാണ് പിന്നെ അതിൽ ഇടപെട്ടത്. അന്ന് CI പിന്നെ കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്തതെന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തന്നെ അവിടെ വെച്ചത് തീർക്കുക. അപ്പോൾ അതൊരു വലിയ മോശമാണെന്ന് കണ്ടതുകൊണ്ട് അതിനെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും 2-3 ദിവസം വരികയും പിന്നെ ഇവിടെ പിടിച്ചൊക്കെയാണെന്ന് തോന്നുന്നു. നാസർ സാറിന് അറിയാം ഡീറ്റെയിൽസ് മൊത്തം. നിങ്ങൾ ഇതുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ എൻ്റെ നമ്പർ വിളിച്ചു, വേറെ അടുത്ത് മറുപടി കിട്ടിയില്ലെങ്കിലും ഞാൻ അപ്പോഴേ റിപ്ലൈ എൻ്റെ നമ്പർ വിളിച്ച് പാതിരാത്രി കൊണ്ട് വിളിച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു ബൈക്കും അതുപോലെ തന്നെ ചെരിപ്പിടാതെ രാത്രി നടക്കുന്ന അസ്വാഭാവികമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ രാത്രി 12
ചെരിപ്പിടക്കെതിരെ 5-5.5 അടി ഹൈറ്റിലുള്ള തടിച്ചിട്ട ഒരാൾ, അയാളുടെ പ്രിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഞ്ചൽ പ്രദേശം നടത്തിയിട്ടുള്ള ചെരിപ്പിടാതെയാണ് ആ മോഷണം നടത്തിയത്. അതാ പറഞ്ഞത് 12 മണിക്ക് ശേഷം 3 മണിക്ക് ശേഷമൊക്കെ അസ്വസ്ഥമായിട്ടുള്ള ചില ഏരിയയിൽ കാണപ്പെടുന്ന ചെരിപ്പിടാതെ കാണപ്പെടുന്ന, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നാട്ടിൽ പിന്നെ വൈകിട്ട് ചെരിപ്പിടാതെ മൊത്തം പേര് വിളിച്ചു പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള വരുമ്പോൾ നമ്മളൊരു ശ്രദ്ധ വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഓട്ടോയെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. 10 മണിക്ക് ശേഷമുള്ള എല്ലാ ഓട്ടോയും ഞാൻ ഇവിടെ പിടിച്ചു, അത് ഉറപ്പാണ്. അഞ്ചൽ എസ് ഐ സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ എ സക്കീർ ഹുസൈൻ, രജനി, ASI വേണു, അലയമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കത്താത്ത ഹൈമാസ് ലൈറ്റിനോടുള്ള പ്രതിഷേധ സൂചകമായി മലയോര വികസന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. സ്ഥാപിച്ച ശേഷം ദിവസങ്ങൾക്കകം തന്നെ കത്താതായ കുളത്തൂപ്പുഴ ടൗണിലെ ഹൈമാസ് ലൈറ്റിന്റെ തകരാറ് മാറ്റി വെളിച്ചം തെളിക്കാത്തതിൽ പ്രതിഷേധിച്ച് മലയോര വികസന സംരക്ഷണ സമിതി MVSS-യുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. ബാലഗോപാൽ MPയുടെ വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചിലവിട്ട് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകളാണ് കത്താതായിട്ട് മാസങ്ങളായത്. എന്നിട്ടും തകരാറ് പരിഹരിച്ച് വിളക്ക് പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് ഇതേവരെ തയ്യാറായിട്ടില്ല. എന്നാൽ കത്താത്ത ലൈറ്റിനെ സംബന്ധിച്ച് ബില്ലിനത്തിൽ ഓരോ തവണയും 4000-ഓളം രൂപയാണ് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും KSEBക്ക് അടയ്ക്കുന്നത്. പക്ഷേ ഫലത്തിൽ രാത്രിയിൽ ഇരുട്ടിലായിരിക്കുകയാണ് കുളത്തൂപ്പുഴ ടൗൺ സമിതി എന്ന പേരിൽ ഇവിടെ രൂപീകൃതമായിട്ടുള്ള കുളത്തൂപ്പുഴയിലെ രാഷ്ട്രീയ, സാംസ്കാരിക, ജാതി, മത വ്യത്യാസമില്ലാതെ നമ്മുടെ മലയോര പ്രദേശത്തെ വികസനവുമായി ബന്ധപ്പെട്ട് അതിനെ ജാഗരൂകത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു ജനങ്ങളുടെ കൂട്ടായ്മയാണ് MVSS, മലയോര വികസന സംരക്ഷണ സമിതി. നമ്മുടെ ഈ പിന്നോക്ക പ്രദേശത്ത് ഒരു ഹൈമാസ് ലൈറ്റ് 5 ലക്ഷത്തോളം രൂപ മുടക്കി ഇവിടെ നടപ്പാക്കപ്പെടുകയും അതിന്റെ പാൽ വെളിച്ചം നമുക്ക് ഏതാനും മാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഇന്ന് മാസങ്ങളായി ഇത് മുടങ്ങിക്കിടക്കുകയാണ്. ഇത് മുടങ്ങിക്കിടക്കുമ്പോൾ മലയോര വികസന സമിതി ഓർമ്മപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് രൂപ നമ്മുടെ എല്ലാം നികുതി പണത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ബോർഡിന് കറണ്ട് ചാർജായി പഞ്ചായത്ത് അടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്നത്. ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതോടെ നിലവിലുണ്ടായിരുന്ന തെരുവിളക്കുകൾ ഒഴിവാക്കിയത് ടൗണിനെ അന്ധകാരത്തിലാക്കിയിരിക്കുകയാണ്. സമാനമായ അവസ്ഥയാണ് 2015-16 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ തെരുവിളക്ക് സ്ഥാപിക്കൽ പദ്ധതി. ഇതുപ്രകാരം കെൽട്രോണുമായി സഹകരിച്ച് മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച മറ്റ് തെരുവിളക്കുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. വിവിധ വാർഡുകളിലായി സ്ഥാപിച്ച തെരുവിളക്കുകളിൽ വിരലിലെണ്ണാവുന്നവ മാത്രമാണ് കത്തുന്നത്. ബാക്കിയുള്ളവ ഇന്നേവരെ മിഴി തുറന്നിട്ടുമില്ല. ഇതിന് പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം സ്ട്രീറ്റ് ലൈൻ ഏതാണെന്ന് തിരിച്ചറിയാതെയാണ് കെൽട്രോൺ നിയോഗിച്ച ജീവനക്കാർ ലൈറ്റുകളുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്നാണ്. എന്നാൽ ഇതേവരെയും ഇതിനും ഒരു പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഓരോ സാമ്പത്തിക വർഷവും പഞ്ചായത്ത് തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതിനായി ബഡ്ജറ്റിൽ പ്രത്യേകം തുക വകകൊള്ളിക്കാറുണ്ടെങ്കിലും പേരിനു വേണ്ടി മാത്രം 1-2 ലൈറ്റുകൾ സ്ഥാപിച്ച് വൻ തട്ടിപ്പാണ് നടത്തുന്നതെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അഞ്ചലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാർ യാത്രക്കാരായ ദമ്പതികൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 3:30-ന് മകനെ എയർപോർട്ടിൽ യാത്രയാക്കിയ ശേഷം മടങ്ങുകയായിരുന്ന ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത്. ആലഞ്ചേരി സ്വദേശികളായ ഫസലുദ്ദീനും ഷീബയും സഞ്ചരിച്ചിരുന്ന കാർ ആറോ ജംഗ്ഷന് സമീപം വൈദ്യുത പോസ്റ്റിൽ ഇരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ മൈലമ്മൂട് ജുമാ മസ്ജിദ് പള്ളിയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മൈലാമൂട് ജുമാ മസ്ജിദ് പള്ളിയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ കുട്ടികളും മുതിർന്നവരുമടക്കം 100 കണക്കിന് വിശ്വാസികളാണ് ഈദ്ഗാഹിൽ പങ്കെടുത്തത്. സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പുണ്യം പേറിയെത്തിയ വിശ്വാസികളിൽ ചിലർ നേർച്ചയായി സമർപ്പിച്ച ആടും പോത്തുമടക്കമുള്ള ഒരുക്കൽ ശ്രദ്ധേയമായി. അൻസർ ജമാലുദ്ദീൻ എന്ന വിശ്വാസി കാട്ടാക്കടയിൽ നിന്നും 1.25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 700 കിലോയോളം ഭാരം വരുന്ന ഭീമൻ പോത്തുമുണ്ടായിരുന്നു. ഇതിനെ പിന്നീട് അറുത്ത് വിശ്വാസികൾക്ക് പങ്കിട്ട് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലോക വയോജന ദിനാചരണം സംഘടിപ്പിക്കുന്നു.
ഇന്ന് ലോകം നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഊർജ്ജ പ്രതിസന്ധിയും കുടിവെള്ളക്ഷാമം, തൊഴിലില്ലായ്മ, വയോജന വർധനവ് തുടങ്ങിയവ. ഇതിൻ്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഒക്ടോബർ 1 ലോക വയോജന ദിനമായി ആചരിച്ചു വരുന്നത്. ഒക്ടോബർ 1 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അഞ്ചൽ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ കൂടുന്ന വയോജന ദിനാചരണ യോഗം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ ഉദ്ഘാടനം ചെയ്യും. കൂടാതെ പെൻഷൻകാരല്ലാത്ത ദുർബല ജനവിഭാഗങ്ങളിലെ 3 വയോജനങ്ങളെ ആദരിക്കുകയും പാരിതോഷികങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. തുടർന്ന് മെഡിക്കൽ ക്ലാസുകളും വയോജന സംരക്ഷണ നിയമ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. KSSPU രക്ഷാധികാരികളായ MC ചാക്കോ, N കൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി K ബാലൻപിള്ള തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ അഞ്ചൽ ബ്ലോക്ക് ലോക വയോജന ദിനം ആചരണം 2015 ഒക്ടോബർ 1 വ്യാഴാഴ്ച 10 മണിക്ക് അഞ്ചൽ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസ്തുത യോഗത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ KN വാസവൻ ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. KSSPUവിൻ്റെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്നു. അന്നത്തെ പ്രത്യേക പരിപാടികൾ മെഡിക്കൽ ക്ലാസുകൾ, വയോജന സംരക്ഷണ നിയമ ബോധവൽക്കരണം, പെൻഷൻകാരല്ലാത്ത വയോജനങ്ങളെ ആദരിക്കൽ, പാരിതോഷികൾ നൽകൽ തുടങ്ങിയ പരിപാടികളോടുകൂടി സമുചിതമായി ആഘോഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ ലോകം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളാണ് ഊർജ്ജ പ്രതിസന്ധി, കുടിവെള്ളക്ഷാമം, തൊഴിലില്ലായ്മ, വയോജന വർധനവ്. വയോജനങ്ങൾ സമൂഹത്തിൻ്റെ സ്വത്താണ്. സമൂഹം ആർജിച്ചുള്ള എല്ലാ സമ്പത്തും ഇന്നത്തെ വയോജനങ്ങളുടെ ഇന്നലകളിലെ അധ്വാനത്തിൻ്റെ ഫലമാണ്. വയോജന പ്രശ്നങ്ങൾ സംബന്ധിച്ച് 1982 ഐക്യരാഷ്ട്ര സംഘടനയുടെയും ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പുന്നൂർ MLA അഡ്വക്കേറ്റ് K രാജു നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ തടിക്കാട്ടിൽ 35 ലക്ഷം രൂപ ചിലവിലാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവും കോൺഫറൻസ് ഹാളും നിർമ്മിച്ചത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് കൊമേഴ്സ്യൽ കോംപ്ലക്സ് കെട്ടിടത്തിൻ്റെയും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം KN ബാലഗോപാലൻ MPയും കൊമേഴ്സ്യൽ കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം കൊല്ലം MP NK പ്രേമചന്ദ്രനും കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവും നിർവഹിച്ചു. കേരളത്തിലെ വിരലെണ്ണാവുന്ന പദ്ധതികളിലൊന്നായി സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം മാറി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. അതാണല്ലോ ജാഥ തുടങ്ങിയപ്പോൾ 4 പുരുഷന്മാരെ ജാഥയിലുണ്ടായിരുന്നു. 1 കെട്ടിടത്തിൽ ചെറിയമാണ്, 2 നമ്മുടെ അനിൽകുമാർ, 3 ജയപ്രസാദ്, 4 ഞാൻ, 5 നമ്മുടെ അനൗൺസർ. മുമ്പേ വൈകുന്നത് വേറെ ആരെയും കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ വെയിലൊക്കെ അല്ലേ. സ്ത്രീകൾ ആണ് കൂടുതലായി എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർ വരുന്ന സമയം ആവുന്നതേ ഉള്ളൂ.
പുരുഷന്മാർ വന്നു തുടങ്ങുമ്പോൾ സ്ത്രീകൾ പോകും. 2 കൂട്ടരെയും കൂടെ ഒത്തു കാണാൻ വലിയ പ്രയാസമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ 4 മണിക്ക് വെച്ചാൽ സ്ത്രീകൾ വരും, 6 മണിക്ക് വെച്ചാൽ പുരുഷന്മാർ വരും, 5 മണിക്ക് വെച്ചാൽ 2 കൂട്ടർ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് നടുക്ക് വെച്ച് നമ്മൾ 3 മണിയിൽ നിന്ന് അടിക്കുക, 4 മണിക്ക് തുടങ്ങുക, 5:30 ആകുമ്പോഴത്തേക്ക് പിരിയുക എന്നുള്ള നിലയിലേക്ക് പരിപാടികൾ സംഘടിപ്പിക്കും. ഈ 17 വർഷത്തിനിടയിൽ ഒരുപാട് നേട്ടം കുടുംബശ്രീ സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും കുടുംബശ്രീക്കാർക്ക് സ്വന്തമായിട്ടുള്ള ആസ്ഥാന മന്ദിരങ്ങൾ എന്ന സങ്കല്പം ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് വാർഡ് മെമ്പർ കെട്ടിടത്തിൽ സുലൈമാൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജയശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. അറക്കൽ ആർ ബാലകൃഷ്ണപിള്ള, സി മോഹനൻപിള്ള, എ ആശ, ശ്രീലക്ഷ്മി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വയലിൽ കട കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ പനയഞ്ചേരി മൊയ്തു ജംഗ്ഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വയലിൽ കട കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം കലാകായിക രംഗത്തും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കസേരകളിയും മെമ്മറി ടെസ്റ്റും പരിപാടിയിൽ ശ്രദ്ധേയമായി. തുടർന്ന് 18 വയസ്സിൽ താഴെയുള്ളവരുടെ വടംവലിയും ഉറിയടിയും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അമിത വേഗത്തിൽ കുളത്തൂപ്പുഴയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വന്ന കാറാണ് എതിരെ വന്ന ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചത്. കാറിൻ്റെ വരവിൽ പന്തികേട് തോന്നിയ ബൈക്ക് യാത്രികൻ ബൈക്ക് നിർത്തിയെങ്കിലും ഇയാളെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാലിൻ്റെ പാദം മുറിഞ്ഞു തൂങ്ങി. കുളത്തൂപ്പുഴ കുമരംകരിക്കം ശ്രീഭവനത്തിൽ 40 വയസ്സുള്ള രമേശനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 720 രൂപ വിലയുള്ള 8 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത്. ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1300 പേർക്ക് 8 കോഴിയെ വെച്ച് 10,000-ന് പുറത്ത് മുട്ടക്കോഴിയെ കൊടുക്കുന്ന ജനകീയാസൂത്രണ പദ്ധതിയാണ്. അതിൻ്റെ ആദ്യ ഘട്ട വിതരണം ഏറത്ത് വെച്ച് നടത്തുക. ഈ വരുന്ന 8 കോഴിക്ക് ഫീസ് ഉണ്ടോ? എങ്ങനെയാ? ഓക്കെ, ഗുണഭോക്തൃ വിഹിതമായി 220 രൂപ അടയ്ക്കണം. 500 രൂപ സബ്സിഡി. ആകെ 720 രൂപ വിലയുള്ള 8 കോഴിയാണ് നമ്മൾ നൽകുന്നത്. രണ്ടാം ഘട്ട വിതരണം ഈ മാസം തന്നെ 28, 29 തീയതികളിലായി നടത്തുന്നതാണ്. ഇതിൻ്റെ ഉൽപ്പാദനം നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 25 ലക്ഷം കോഴിമുട്ടയാണ്. ഇതൊരു തുടർ പ്രക്രിയ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, നല്ല വിജയമായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ തോട്ടത്തറയിൽ വിരിയുന്ന കോഴിക്കുഞ്ഞ്, അതായത് ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത പദ്ധതിയുടെ തുടർച്ചയാണിത്. തോട്ടത്തടയിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നു, സർക്കാർ അംഗീകൃത നഴ്സറിയിൽ വളരുന്നു, നമ്മൾ ആവശ്യക്കാർക്ക് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിതരണം നടത്തുന്നു.
500 രൂപ പഞ്ചായത്ത് സബ്സിഡിയായും 200 രൂപ ഗുണഭോക്താക്കളിൽ നിന്നും വാങ്ങുകയുമാണ് ചെയ്യുന്നത്. പദ്ധതിയുടെ വിതരണോദ്ഘാടനം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ് നിർവഹിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 2015-16 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടക്കോഴി വിതരണമാണ്. മൃഗസംരക്ഷണ വകുപ്പ് വഴി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം നടത്തുക. അതോടൊപ്പം തന്നെ ആട്, നമ്മളൊരു വാർഡിൽ 12 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഒരു ആടിനെ നൽകുന്നുണ്ട്. അതുകൂടാതെ സ്വന്തമായി പശു വളർത്തുന്ന ആൾക്കാർക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതുകൂടാതെ കന്നുകുട്ടി പരിപാലന പദ്ധതി, സബ്സിഡി ഇനത്തിൽ കാലിത്തീറ്റ നൽകുന്ന വിതരണം, അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പ് വഴി നടക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കുവാനുണ്ടായ സാഹചര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കളിൽ ഇത് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിന് 19 വാർഡിലെയും മെമ്പർമാരുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഗുണഭോക്താക്കളിൽ എത്തുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കുവാൻ കഴിഞ്ഞതിൽ. ഡോക്ടർ ഷാഹുൽ ഹമീദ്, പഞ്ചായത്ത് അംഗങ്ങളായ സീന, ഏറെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം പതിവാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർത്തു. കത്താത്ത ഹൈമാസ് ലൈറ്റിനോടുള്ള പ്രതിഷേധ സൂചകമായി മലയോര വികസന സംരക്ഷണ സമിതി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുളത്തൂപ്പുഴ മൈലാമൂട് ജുമാ മസ്ജിദ് പള്ളിയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലോക വയോജന ദിനാചരണം സംഘടിപ്പിക്കുന്നു. കുളത്തൂപ്പുഴയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.